നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കാര്യം കാണാൻ എന്തു പണിയും മല്ലിക എടുക്കുമെന്ന് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. മല്ലിക സമൂഹത്തിൽ രണ്ട് കുട്ടികളെ വളരെ പ്രഗത്ഭരായി വളർത്തി എന്ന തരത്തിൽ അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു അമ്മയാണ്. എന്നാൽ മകന് ഒരു പ്രശ്നം വന്നപ്പോൾ സാധാരണ ഒരു അമ്മയിലും നിലവാരം കുറഞ്ഞ ഒരാളായി അധപ്പതിക്കുകയായിരുന്നു മല്ലിക. ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ചർച്ചകൾ ഉണ്ടാകുമ്പോഴും പൃഥ്വിരാജ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും രംഗത്ത് വന്ന എല്ലാവരെയും, പൃഥ്വിരാജിനെ വിമർശിച്ച എല്ലാവരെയും കണക്കറ്റ് പറയുകയും ചെയ്യുകയാണ് മല്ലിക. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് RSSനെയും ഓർഗനൈസറിനെയും ഒക്കെ പറഞ്ഞ് തന്നെ പേടിപ്പിക്കേണ്ട എന്ന മല്ലികയുടെ വാക്കുകളാണ്. അതിനെ തുടർന്ന് സംഘപരിവാറിടങ്ങളിൽ നിന്ന് മല്ലികയുടെ ഓരോ പ്രവൃത്തിയും ഇപ്പോൾ ചർച്ചയാവുകയാണ്. പൃഥ്വിരാജിന്റെ ജാതകം RSSനറിയില്ല എന്ന വാക്കുകൾ, ആ വാക്കുകളിൽ നിന്ന് അതിന് കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗോപൻ ചെന്നിത്തല. RSS എന്ന സംഘടനയ്ക്ക് രാഷ്ട്രത്തിന്റെ ജാതകം മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രവർത്തനം ആരംഭിച്ച് 100 വർഷത്തിൽ എത്തി നിൽക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് RSS. ലോകത്തിന് തന്നെ മാർഗദർശനമേകും തരത്തിൽ വിശ്വവിരാടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സംഘം. അല്ലാതെ ചേച്ചിയുടെ മക്കളുടെ ജാതകം നോക്കേണ്ട കാര്യമില്ല. തന്നെയല്ല, RSS ആരുടെയും ജാതകം നോക്കാറുമില്ല. സംഘത്തിന്റെ ജാതകമാണ് ഇന്നത്തെ ഭാരതത്തിന് മറ്റ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ലഭിക്കുന്ന സ്വീകാര്യത എന്ന് നമുക്ക് അഭിമാനിക്കാം. ചേച്ചി RSS നേതാവ് PP മുകുന്ദേട്ടനെ കാണാൻ വന്നത് മറന്നാലും ആ സീൻ എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഗോപൻ ചെന്നിത്തല തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. മലയാള സിനിമയിൽ പിച്ച വെച്ച് വന്ന മകൻ പൃഥ്വിരാജിനെ ഫിലിം ചേംബറും സിനിമാ സംഘടനകളും ഒന്നിച്ച് വിലക്കേർപ്പെടുത്തിയപ്പോൾ അന്ന് എല്ലാവരും ചേർന്ന് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കപ്പെട്ടപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി BJP സംസ്ഥാന ഓഫീസിലെത്തി PP മുകുന്ദേട്ടനെ കാണാൻ വരുമ്പോൾ ഞാൻ അവിടെ നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് ഗോപൻ ചെന്നിത്തല തുറന്നു പറയുന്നു. അന്ന് ചേച്ചി പിണറായിയുടെ അടുത്തേക്കല്ല പോയത്. അന്ന് താങ്കളുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ വരെ മുകുന്ദേട്ടനുമായി ആശയവിനിമയം നടത്തി ഉപദേശം തേടിയത് ഞാൻ ഓർക്കുന്നു. മുകുന്ദേട്ടൻ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട് വിഷയം പരിഹരിക്കുന്നതിന് അവസരം ഒരുക്കുകയും ചെയ്തിരുന്നു. ആ ബന്ധത്തിലല്ലേ മല്ലിക ചേച്ചിയെ പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് സെൻസർ ബോർഡിൽ അംഗമാക്കിയത്? അതും BJP സംസ്ഥാന നേതൃത്വമല്ലേ? സുകുവേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ തിരുവനന്തപുരത്തെ സംഘപരിവാർ സംഘടനകളുമായി ചേർന്നു പോകാൻ അവസാന നാളുകൾ താല്പര്യപൂർവ്വം പ്രവർത്തിച്ചത് ഓർക്കുകയാണ് ഗോപൻ ചെന്നിത്തല. തിരുവനന്തപുരം പാൽക്കുളങ്ങര RSS ശാഖയിൽ പാൽക്കുളങ്ങര മോഹൻ എന്ന RSS പ്രവർത്തകന്റെ കൈപിടിച്ച് 2 കുട്ടികൾ ശാഖയിൽ വരുന്നതും ഞാൻ ഓർക്കുന്നുണ്ട്. അവരിൽ ഒരാൾ പിന്നീട് എമ്പുരാനായി, ഇന്ത്യയുടെ തന്നെ ജാതകം കുറിക്കാൻ പ്രാപ്തനായി എന്ന് കളിയാക്കി തന്നെ വിമർശിക്കുന്നുണ്ട് ഗോപൻ ചെന്നിത്തല. ചേച്ചിയെ ഞാൻ അഭിനന്ദിക്കുന്നു. AK സാജൻ സംവിധാനം ചെയ്ത മകന്റെ ആദ്യ സിനിമയുടെ റിലീസ് നടന്ന പിറ്റേ ദിവസം തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ ഫിലിം സെൻസറിംഗ് കമ്മിറ്റിക്ക് എത്തിയ ചേച്ചി തന്റെ മകന്റെ സിനിമയുടെ ഭാഗമായി ഒരുപക്ഷെ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ എന്ന ചിന്ത ഉണ്ടാകുന്നതിന് മുന്നേ ചേച്ചി ഫാൻസ് അസോസിയേഷൻ ബാനറുമായി വന്നത് ഓർക്കുകയാണ്. അന്ന് ഒരുപക്ഷെ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷന്റെ ആദ്യ ബാനർ നായകന്റെ അമ്മ തന്നെയായിരിക്കും കിട്ടിയത്. എന്തായാലും അതിന്റെ ഒരു തുമ്പിൽ പിടിച്ച് അന്ന് ചേച്ചിയെ സഹായിക്കാൻ വന്ന ഞാനും ജാതകമറിയാത്ത സംഘത്തിൽപ്പെട്ട ഒരാളായി പോയത് സ്വാഭാവികം. നിങ്ങളുടെ കുടുംബത്തിന് ഈ പ്രസ്ഥാനം ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടില്ല. മകന്റെയും മരുമകളുടെയും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന്റെ തോത് വർദ്ധിക്കുമ്പോൾ മാത്രമാണ് ഈ സംഘടനയെ നെഞ്ചിലേറ്റിയവർ പ്രതികരിക്കുന്നത്. അതാണ് RSSന്റെ ജാതകം. ഏതായാലും അമ്മ എന്ന നിലയിൽ ചേച്ചി മകനെയും മരുമകളെയും ഒന്ന് ഉപദേശിക്കണം. ഞാനൊരു സംഖ്യ എന്ന നിലയിൽ മകൻ എനിക്ക് തന്ന പണിയാണ് ഷൂട്ടിംഗ് ആരംഭിച്ച് എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച ലാൽ ജോസിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, പൃഥ്വിരാജ്, ഇക്ബാൽ കുറ്റിപ്പുറം തിരക്കഥ എഴുതിയ അന്നത്തെ ബിഗ് ബജറ്റ് ചിത്രം കസിൻസ് എന്ന എന്റെ സ്വപ്ന പദ്ധതിയെ സിനിമ നടക്കാതെ പോയത്. അതിൽ മകന് വലിയ പങ്കുമുണ്ട്. അങ്ങനെ ആദ്യം എന്റെ ജാതകം കുറിച്ച വ്യക്തിയാണ് ചേച്ചിയുടെ ഇളയ മകൻ ഉലകനായകൻ. ചേച്ചി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരയ്ക്കാൻ ഒത്തിരി പേരുണ്ടാകും. അതിന് നിന്നുകൊടുക്കാതെ വിഷയം സെറ്റിൽ ചെയ്യുന്നതാണ് മുന്നോട്ടുള്ള കാലം ഗുണം ചെയ്യുക. സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, ഗോപൻ ചെന്നിത്തല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഭാഗ്യചിത്ര ഫിലിംസിന്റെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും മുൻ സെൻസർ ബോർഡ് അംഗവും കൂടിയാണ് ഗോപൻ ചെന്നിത്തല.